നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 40 വയസ്സ് പിന്നിട്ടിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗീസ് ദേശീയ ടീമിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കപ്പെടുന്നു. ഇപ്പോൾ വെഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ ജർമ്മനിക്കെതിരെയാണ് അവർക്ക് കളിക്കാനുള്ളത്, പോർച്ചുഗലിന് കളിക്കാനുള്ളത്. ആ സ്ക്വാഡിലും ക്രിസ്ത്യാനോയുണ്ട്. ഇന്നലെ മാധ്യമങ്ങൾ റോബർട്ടോ മാർട്ടിനസിനോട് ചോദിച്ചു, ക്രിസ്ത്യാനോ പോർച്ചുഗീസ് ടീമിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണോ, അതായത് ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുള്ളൊരു കളിക്കാരനാണോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? മാത്രമല്ല, ഇനിയിപ്പോൾ ടീമിൽ എടുത്ത് തന്നെ വെക്കുക, ഫസ്റ്റ് 11 തന്നെ കളിപ്പിക്കണമെന്ന് നിർബന്ധമാവില്ലേ? ബെഞ്ചിലിരുത്താൻ പറ്റുമോ ക്രിസ്ത്യാനോയെ? അദ്ദേഹം അത് അംഗീകരിക്കുമോ? ഈ ചോദ്യത്തിന് റോബർട്ടോ മാർട്ടിനസിൻ്റെ മറുപടി, റോബർട്ടോ മാർട്ടിനസ് പറയുന്ന മറുപടി നോക്കുക. മറ്റൊരു കളിക്കാരനും 200-ലധികം ക്യാപ്പുകളില്ല എന്ന് പറഞ്ഞാൽ 200-ലധികം മത്സരങ്ങൾ കളിച്ച മറ്റൊരാൾ ഫുട്ബോൾ ലോകത്തില്ല. അന്താരാഷ്ട്ര ഫുട്ബോളിൽ എല്ലാ പ്ലെയേഴ്സും, ചിലപ്പോൾ ക്രിസ്ത്യാനോയും ഇൻ പെർട്ടിക്കുലർ, സബ്ജക്റ്റ് ടു കോൺസ്റ്റൻറ്റ് ഡിമാൻഡ്സ്. അതുകൊണ്ട് എല്ലാ താരങ്ങളെയും ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? 23 കളികളിൽ നിന്ന് ദേശീയ ടീമിന് കഴിഞ്ഞ 23 കളികളിൽ നിന്ന് 18 ഗോളുകൾ അടിച്ച താരത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറുകൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് മറ്റെല്ലാവർക്കും മാതൃകാപരമാണ്. എല്ലായ്പ്പോഴും പുതിയ താരങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ്. ഒരു ടീം ക്യാപ്റ്റന് അത് പ്രധാനപ്പെട്ട റോളുമാണ്. അദ്ദേഹം മുഴുവൻ ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സോളിഡാരിറ്റി, മറ്റ് താരങ്ങളുമായിട്ടുള്ള സോളിഡാരിറ്റി, അത് വളരെ എക്സംപ്ലറിയാണ്. ഇനി ബെഞ്ചിലിരിക്കുമോ, സ്റ്റാർട്ടർ അല്ലാതെ ബെഞ്ചിലിരിക്കാൻ തയ്യാറാവുമോ എന്നൊക്കെ ചോദിച്ചാൽ, ക്രിസ്ത്യാനോ നേരത്തെയും ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ടീമിനെ സഹായിച്ചിട്ടുണ്ട്. ഇത് നേഷൻസ് ലീഗ് മത്സരങ്ങളിലും സംഭവിച്ചിട്ടുണ്ടല്ലോ. നോർമലായിട്ടുള്ള കാര്യമാണത്. നമ്മൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ 5 സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്താൻ പറ്റുന്ന സ്റ്റാർട്ടിംഗ് ലൈനപ്പ് അല്ലേ? ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ടീമിന് ഏറ്റവും ബെസ്റ്റ് ആവണം. അതാണ് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. എല്ലാ തീരുമാനങ്ങളും ടീമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ടീമിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുക്കുന്നത്. അതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞത്. അതായത് വേണ്ടി വന്നാൽ ക്രിസ്ത്യാനോ ബെഞ്ചിലിരുത്തും, ബെഞ്ചിൽ നിന്ന് ഇറക്കിയും കളിക്കും, സ്റ്റാർട്ടും ചെയ്യിക്കും. സോ അതാണ് റോബർട്ടോ മാർട്ടിനസിൻ്റെ മറുപടിയുടെ സാരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.